ഈ അവസരത്തിൽ ദൈവത്തിന് നന്ദി പറയാതെ ഒരു നിവൃത്തിയില്ല. കാര്യം എൻ്റെ അന്നത്തെ 87 ഞാൻ ആ ജൂൺ സമയത്ത് തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു ജീവിതം ഇതുകൊണ്ടാണ് എൻ്റെ പ്രൊഫഷൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിത വരുമാന മാർഗം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇതുകൊണ്ടാണ് മുന്നോട്ട് പോകണമെന്നുള്ളത് തീരുമാനിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ഒരു സമയമാണ്. അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു പാട്ട് ഇപ്പം വായിച്ച് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം. ഞാൻ ഫ്രാൻസിസ്, വയലിനിസ്റ്റാണ്. നിങ്ങൾ കാണുന്നത് ഞാനൊരു വയലിനിസ്റ്റായിട്ടാണ് കാണുന്നത്. പക്ഷേ ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത് കോങ്കോ ഡ്രം എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റാണ്. അതിനു മുന്നേ എൻ്റെ മാതാപിതാക്കളെ പരിചയപ്പെടണം, സഹോദരങ്ങളെ പരിചയപ്പെടണം എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ ദേവസിയാണ്. അദ്ദേഹം ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇല്ല, ഞങ്ങളുടെ ഇല്ല. അമ്മച്ചി ആഗ്നസ് ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ എൻ്റെ വീടാണ്, ഇവിടെ തന്നെയുണ്ട്. പിന്നെ എനിക്ക് 2 സഹോദരന്മാരുള്ളത്. ഒരു ചേട്ടൻ, ഏറ്റവും മൂത്തത് ചേട്ടനാണ്, ജേക്കബ്. അദ്ദേഹം IRE എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അവിടെ ഏലൂർ വർക്ക് ചെയ്യുകയാണ്. പിന്നെ നടുക്കത്തത് ചേച്ചിയാണ്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. പുള്ളിക്കാരി ഇപ്പോൾ മുനമ്പം പള്ളിപ്പുറം അവിടെ ഹസ്ബൻഡിൻ്റെ അവിടെ അവരൊരുമിച്ചാണ്. അവർക്ക് 2 മക്കളുണ്ട്, അളിയൻ ജെയ്സൺ. അങ്ങനെ അവരവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ എൻ്റെ കുടുംബത്തെ പറയുവാണെങ്കിൽ എൻ്റെ വൈഫ് 2 മക്കളാണുള്ളത്. വൈഫ് സുമി, പുള്ളിക്കാരി ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു അല്ലമീൻ പബ്ലിക് സ്കൂളിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. മകൻ ഇപ്പോൾ BCom കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരീസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫ്രാൻസിൽ. മകള് അന്ന സെന്റ് തെരേസസിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതാണ് എൻ്റെ കുടുംബം. പിന്നെ അമ്മച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂടെ ഉണ്ട് ആഗ്നസ്. എൻ്റെ കലാജീവിതം തുടങ്ങുന്നത് നമ്മളെല്ലാവരെയും പോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാ കലാകാരന്മാരെ പോലെ തന്നെ പള്ളികളിൽ നിന്നായിരിക്കും. പ്രത്യേകിച്ച് മ്യൂസിഷ്യൻസ് ത്രൂ പള്ളികളിൽ കൂടെ നമുക്ക് സംഗീതത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇന്നത്തെ സാഹചര്യമല്ല പണ്ടുള്ളത്. ഇന്ന് ചിലപ്പോൾ അങ്ങനെ അല്ലാതെയും വരാം. പക്ഷേ പണ്ടത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ പള്ളികളിൽ കൊയർ ഗ്രൂപ്പ് അങ്ങനെ വന്നിട്ട് പള്ളിയായിട്ട് ബന്ധപ്പെടാതെ, ഏതൊരു മതസ്ഥനാണെങ്കിലും പള്ളിയായിട്ട് ബന്ധപ്പെടാതെ ആർക്കും കലാരംഗത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നമ്മളുടെ പാരിഷിൽ അച്ഛന്മാർ മിക്കവാറും എല്ലാവരും തന്നെ സംഗീതത്തോട് വളരെ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു കലാവാസന ഉണ്ടെങ്കിൽ അവരത് മാക്സിമം അത് നമ്മളിൽ നിന്ന് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ പങ്കെടുപ്പിക്കാനും കൊയറിൽ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഒന്നും വായിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളാണെങ്കിലും നമ്മളെ പാട്ട് പാടിക്കാനൊക്കെ ആണെങ്കിലും വെറുതെ നിർത്തും. ചെറിയൊരു കലാവാസനയുള്ള ഒരാളാണെങ്കിൽ അത് മാക്സിമം അവർ നമ്മളിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഒരു പള്ളികളിൽ കൂടി വരുന്ന കലാകാരന്മാർക്കുള്ളൊരു പ്രത്യേകത അതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊയറിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് പ്യുവർ ഡിവൈനാണ്. അപ്പോൾ നമ്മളത് വായിക്കുമ്പോഴാണെങ്കിലും, ഇപ്പം ഞങ്ങൾ സംഗീതം നമ്മൾ മ്യൂസിക്കലായിട്ട് വയലിൻ വായിക്കുക, അല്ലെങ്കിൽ വേറെ കീബോർഡ്, തബല എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ യേശുവിനെ പ്രകീർത്തിക്കുകയാണല്ലോ. അത് നമുക്ക് വളരെ ആ ഒരു ഹോളി സ്പിരിറ്റിൻ്റെ ഒരു നമുക്ക് ആ ഒരു അനുഭവം അവിടെ ഉണ്ടാവും. മിക്കവാറും നമുക്ക് കൊയറിന് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാട്ടിൽ നമുക്ക് ആ ഒരു സ്പർശം കിട്ടും എന്നുള്ളത് എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട്. അപ്പോൾ ഒരുമാതിരി എല്ലാ കൊയറിലും നമുക്ക് ഏതെങ്കിലും ഒരു പാട്ടിൽ നമുക്ക് ആ ഒരു സ്പർശം കിട്ടും. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ ഞാൻ എൻ്റെ കലാരംഗത്തേക്ക് വന്നത് ഞാൻ പറയാം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വയലിൻ പഠിക്കുന്നത്. അതിന് മുന്നേ ഞാൻ പഠിക്കുന്നത് കോങ്കോ ഡ്രം എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റാണ്. അത് 5ാം ക്ലാസ്സിൽ വെക്കേഷനാണെന്ന് തോന്നുന്നു. ഞാൻ പഠിച്ചത് സെയിൻറ്റ് ജോർജ് എടപ്പള്ളി സ്കൂളിലാണ്.
LP സ്കൂളിൽ തൊട്ട് അവിടെ തന്നെയാണ് പഠിച്ചത്. LP, UP, ഹൈസ്കൂളെല്ലാം സെൻറ്റ് ജോർജ് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അന്നത്തെ ടീച്ചേഴ്സിനെയൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നു. അന്നൊരു പള്ളിപ്പാടൻ സാർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ LP സ്കൂളിൽ. അദ്ദേഹത്തിൻ്റെ മകനൊക്കെ ഒരു മ്യൂസീഷ്യനാണ്, ഷൈനു, തബലിസ്റ്റുമാണ്, സിംഗറൊക്കെയാണ്. എടപ്പള്ളിപ്പള്ളിയിൽ കൊയർ ഗ്രൂപ്പിലൊക്കെ ഉള്ളതാണ്, അവിടുത്തെ ഒരു കൊയർ മാസ്റ്ററൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ ഞാനിപ്പോൾ ഓർക്കണം. അദ്ദേഹമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ അന്നൊന്നും എനിക്കൊരു സ്പാർക്ക് ഉണ്ടായിരുന്നില്ല മ്യൂസിക്കിൻ്റെ, എങ്കിലും അവിടെ ഒരു ചെറിയ ചെറിയ പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും മ്യൂസിക്കിൽ അവിടെ എന്തെങ്കിലും ചെറിയൊരു ഒരു ഗ്രൂപ്പൊക്കെ സംഘഗാനമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗമാക്കാനായിട്ട് അന്ന് ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എൻ്റെ അപ്പച്ചനൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായിരുന്നു സാറ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയും. പിന്നെ അന്നത്തെ കാര്യം ഓർക്കുമ്പോൾ, അന്നത്തെ ഈ LP കഴിഞ്ഞിട്ട് UP വരുമ്പോൾ 5ാം ക്ലാസ്സിൻ്റെ നമ്മൾ വെക്കേഷൻ 6ാം ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അപ്പച്ചനോട് പറയണതും, എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിക്കണമെന്ന് അപ്പച്ചനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ അന്ന് ഡ്രംസ് പഠിക്കണം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഡ്രംസ് ആകുമ്പോൾ കുറച്ചിങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് ഡ്രംസിനോടായിരുന്നു ഭയങ്കര താല്പര്യം. അപ്പോൾ ഡ്രംസ് പഠിക്കാൻ വേണ്ടിയിട്ട് വെക്കേഷൻ ക്ലാസ്സാണ് അന്ന്. അല്ലാതെ സമയത്ത് നമുക്ക് ഇവിടുന്ന് പോകാനുള്ള സൗകര്യക്കുറവും, പിന്നെ ഇവിടുന്ന് ബസ് കയറി ഒറ്റയ്ക്കൊക്കെ പോകണം. പിന്നെ അപ്പച്ചൻ അന്ന് അയ്യാറിൽ തന്നെ ജോലിയുണ്ട്. അപ്പോൾ കൊണ്ടുപോകാൻ ആരുമില്ല. ചെറിയ പ്രായമായതുകൊണ്ട് ഒറ്റയ്ക്ക് വിടാനും ബസ് അന്ന് ഇന്നത്തെ ഇത്രയും സൗകര്യമില്ല, ബസ്സുകളൊന്നും അധികമില്ല. നമ്മളിവിടുന്ന് പള്ളി വരെ നടന്ന്, അവിടെ എടപ്പള്ളിപ്പള്ളിയുടെ മുമ്പിലാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ പോണേക്കര റൂട്ടിൽ ബസ്സുകളുണ്ട്, അത് വളരെ കുറവാണ്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കൂടുമ്പോഴേക്കുള്ളൂ ബസ്. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് എടപ്പള്ളി പോകണം. അപ്പോൾ ഒരാൾ കൊണ്ടുപോകണമായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് വെക്കേഷൻ ക്ലാസ്സിൽ ചേർക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അപ്പച്ചൻ്റെ സൗകര്യത്തിന്, നമ്മളെപ്പോഴും ഫ്രീ ആണ്, അപ്പോൾ അപ്പച്ചൻ്റെ സൗകര്യത്തിന് ജോലി കഴിഞ്ഞ് വന്നിട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ചേർക്കാൻ വേണ്ടി കൊണ്ടുപോയി. കലാഭവനിൽ ചെന്ന്, അപ്പോൾ അന്നവിടെ ആബേലച്ചനൊക്കെ ഉണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. ആബേലച്ചനുണ്ട്, ഒരു ഷേളി ചേച്ചിയുണ്ട്. അവരൊക്കെ എത്രയോ നാള് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആൾക്കാരാണ് കലാഭവന് വേണ്ടിയിട്ട്. അപ്പോൾ ആബേലച്ചനൊക്കെ അവിടെ നിന്ന് ആ സീറ്റിലിരിക്കണമെന്ന് ഞാനിപ്പോഴും ഇങ്ങനെ ഓർക്കുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിൽ കലാഭവനിലേക്ക്, പണ്ടത്തെ കലാഭവനിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ ഓഫീസ്, ലെഫ്റ്റ് സൈഡിൽ വയലിൻ ക്ലാസ്സാണ്. ഞാൻ പക്ഷേ വയലിനൊന്നും എനിക്ക് പഠിക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ പോലും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് ഡ്രംസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡ്രംസിൻ്റെ ക്ലാസ് അവിടെ ആ വർഷത്തെ വെക്കേഷൻ ക്ലാസ് ഫില്ലായിപ്പോയി. അപ്പോൾ ആ സാറ് പറഞ്ഞിരുന്നു എൻ്റെ ഡ്രംസ് ക്ലാസ്സിൽ ഞാൻ ആരെയും ചേർക്കണ്ടെന്ന്. അപ്പോൾ ഞാൻ ആകെ പെട്ടു. എനിക്കാണെങ്കിൽ താല്പര്യം ഡ്രംസാണ്. അപ്പോൾ ഈ കോങ്കോ ഡ്രം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എങ്കിലും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നൊന്നും പ്രത്യേകിച്ച്, ഡ്രംസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ പാട്ടുകളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോങ്കോ ഡ്രം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, എങ്കിലും അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് അത്ര കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ അവർ തന്നെ, അവിടുത്തെ ഷേളി ചേച്ചി തന്നെ നമ്മളോട് പറഞ്ഞു, ഡ്രംസ് അല്ലെങ്കിൽ അതേപോലെ തന്നെ സ്റ്റിക്ക് അല്ലാതെ കൈകൊണ്ട് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, കോങ്കോ ഡ്രം, ട്രിപ്പിൾ ഡ്രം എന്ന് പറയും. അപ്പോൾ അത് മോന് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചേരുക, അതിനകത്ത് ഇനിയിപ്പോൾ വേക്കൻസി ഉണ്ട്, അതും കുറച്ച് തന്നെ ഉള്ളൂ, എങ്കിലും അതിന് വേണമെങ്കിൽ ചേർന്നോളാൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അവിടെ വരെ ചെന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ പറഞ്ഞു, എന്നാൽ നീ ഇത് പഠിക്കിപ്പോൾ. സേവിയർ എന്ന് പറഞ്ഞ സാറാണ് അന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം അവിടുത്തെ ഓർക്കസ്ട്രയിലെ ഡ്രമ്മറായിരുന്നു. അപ്പോൾ സേവിയർ സാറിൻ്റെ ക്ലാസ്സിൽ ഞാനന്ന്
ചേരുവാണ്. അപ്പോൾ അന്ന് സാറ്റർഡേ സൺഡേ ഉണ്ട്, പിന്നെ ഏതൊരു വീക്ക് ഡേയ്സിൽ ഏതോ 2 ദിവസം കൂടി ഉണ്ട് ക്ലാസ്. അപ്പോൾ അങ്ങനെ 4 ദിവസമാണ് ആഴ്ചയിൽ ക്ലാസ് ഉള്ളത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ ചേർന്നു. ഇങ്ങനെ പഠിച്ച് പോയി. ഏകദേശം അപ്പം ഞങ്ങളിങ്ങനെ അവിടെ സാറ്റർഡേ സൺഡേ കഴിഞ്ഞിട്ട് പിന്നെ വെക്കേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോഴും എനിക്ക് ഇതിനകത്ത് തന്നെ ഒരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ നമ്മളോട് ആരും ചോദിക്കാനൊന്നുമില്ല. നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ അവർ ഓഫീസുകാർ മറന്നും പോയിട്ടുണ്ടാവും. നമ്മളുടെ ആവശ്യമാണല്ലോ ഇപ്പം ഡ്രംസിലേക്ക് മാറണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്നും പറയാഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ പോയി. എനിക്കും അത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. കോങ്കോ ഡ്രം എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് വളരെ നല്ലൊരു, പഠിക്കാനും കുറച്ച് എളുപ്പമാണ്. അധികം സംഭവങ്ങളൊന്നുമില്ല. 3 ഡ്രമ്മുള്ളൂ. നമ്മൾ നൊട്ടേഷൻ എഴുതുന്ന സ്റ്റാഫ് ലൈനിൽ 3 സ്ഥലത്തെ ആകെ എഴുതേണ്ടി വരുള്ളൂ. ഏറ്റവും ടോപ്പിലും മിഡിലും ഏറ്റവും താഴെയും മാത്രം. അപ്പോൾ 3. അപ്പോൾ നമുക്ക് കണ്ട് പഠിക്കാനും ഒക്കെ കുറച്ച് എളുപ്പമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി കോങ്കോ ഡ്രമിൻ്റെ ക്ലാസ്സിൽ ചേർന്നു. അതെനിക്ക് ഇഷ്ടമായി തുടങ്ങി. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞാൻ 6ാം ക്ലാസ് ഫുള്ള് അത് പഠിച്ചു. അപ്പോൾ ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് സാറ്റർഡേ സൺഡേ മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ സാറ്റർഡേ സൺഡേസ് മാക്സിമം സാറ് ക്ലാസ് എടുക്കും. സാറ് മിക്കവാറും സാറ്റർഡേ സൺഡേസ് ഗാനമേള, അന്ന് ഗാനമേളയുടെ ഭയങ്കര തിരക്കുള്ള സമയമാണ്. ഈവനിങ് ഒക്കെ ഉച്ചയ്ക്ക് ശേഷം അവർ കലാഭവന് ഗാനമേള അവർ പോകും. അപ്പോൾ നമ്മളോട് പറയും മാക്സിമം വരുന്ന കുട്ടികളൊക്കെ രാവിലെ തന്നെ വരാൻ നോക്കണം ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ അടുത്ത ദിവസം തന്നെ പറയും നമുക്ക് ഇപ്പോൾ നാളെ നേരത്തെ വരണമെങ്കിൽ ഞാൻ 10 മണി വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിവിടുന്ന് 8 മണിക്ക് പോകും. അപ്പോൾ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. സാറിൻ്റെ നല്ല ഇമ്പ്രസീവായിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഒറ്റ ക്ലാസ് മുടങ്ങാതെ മാക്സിമം പോയി പഠിക്കുകയാണ് അങ്ങനെ. അപ്പോൾ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ പള്ളിയിൽ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് പോണേൽ അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡെൻസിൽ എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു. ഡെൻസിൽ അച്ഛനായിരുന്നു അന്ന്. അദ്ദേഹം ഇതുപോലെ തന്നെ കൊയർ ഗ്രൂപ്പിനൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ കൊയറിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അപ്പച്ചനും അവിടെ ഈ കൊമ്പ്രേരി അംഗങ്ങളിൽ പെട്ട ആളായിരുന്നു അപ്പച്ചൻ. അപ്പോൾ അതുകൊണ്ട് അപ്പച്ചൻ ഇങ്ങനെ അച്ഛനോട് പറയും, മോനിങ്ങനെ കോങ്കോ ഡ്രം പഠിക്കുന്നുണ്ട്, അപ്പോൾ നമ്മുടെ കൊയറിൽ അവനെ വിളിക്കുക, നമുക്ക് കൊയറിൽ പങ്കെടുപ്പിക്കാം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ചെന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ആയിരുന്നു അന്ന്. ബ്രഷ് വെച്ചിട്ടുള്ള ചെറിയ വായനകളും നമ്മളൊന്നും അറിയില്ല, ABCD പോലും അറിയില്ല. എന്തൊക്കെയോ നമ്മൾ സാറ് പറഞ്ഞെന്ന് കുറച്ച് വായിക്കുന്നല്ലാതെ വേറെ മ്യൂസിക്കിൻ്റെ തരത്തിലുള്ള യാതൊരു നമ്മൾ ഹിയറിങ് എക്സ്പീരിയൻസും ഇല്ല, അല്ലാതെയുള്ള ഒരു എക്സ്പീരിയൻസും ഒന്നുമില്ല. നമ്മൾ ചെന്ന് എന്തെങ്കിലുമൊക്കെ വായിക്കും, ചിലപ്പോൾ മൊത്തം തെറ്റൊക്കെ ആയിരിക്കും. എന്നാലും അതിങ്ങനെ അതാണ് നമ്മൾ ഈ കൊയറിലൊക്കെ പോയാൽ നമ്മളിങ്ങനെ പഠിച്ച് വളരാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നു, കൊയറിൽ കയറി. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ തന്നെയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളൊരു വയലിനിസ്റ്റ് ഹെറാൾഡ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അദ്ദേഹം ഒറ്റ വയലിനാണ്, ഒരു വയലിനെ വായിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു തമ്പിച്ചേട്ടനുണ്ട്, തമ്പിച്ചേട്ടൻ ഹാർമോണിയമാണ്. പിന്നെ ജോസ് ചേട്ടൻ ഒരു സിംഗറുണ്ട്. നല്ല ശബ്ദമാണ് അദ്ദേഹത്തിന്, നല്ല ബേസൊക്കെ, നല്ല ദാസേട്ടൻ്റെ പോലത്തെ ബേസൊക്കെയാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ എപ്പോഴും പറയാറൊക്കെ ഉണ്ട്. പിന്നെ അന്ന് റാണി ചേച്ചി, ഷീല ചേച്ചി, അങ്ങനെ 2 പാട്ടുകാരൊക്കെ ഉണ്ട്. പിന്നെ ബ്രിജിറ്റ് എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനന്ന് വളരെ ചെറുതാണല്ലോ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ചെറിയ പരിപാടികളാണ്. അപ്പോൾ അന്ന് കോങ്കോ ഡ്രം അപ്പച്ചൻ വാങ്ങിച്ചു തന്നു. അപ്പോൾ അതിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊയറൊക്കെ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഇൻട്രസ്റ്റായി വായിക്കാൻ, ഇങ്ങനെ പെർഫോം ചെയ്യാനായിട്ട്. പെർഫോമൻസുള്ള ഇൻട്രസ്റ്റ് അല്ല, പക്ഷേ ഇങ്ങനെ കൊയറിന് വായിക്കണം എന്നുള്ള. അപ്പോൾ പെരുന്നാളിന് മാത്രമേ ഉള്ളൂ. പിന്നെ കൊയറൊക്കെ വരുമ്പോൾ അങ്ങനെ നമ്മളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. എന്നാലും ഈ ചെറിയ പയ്യന്മാരൊക്കെ വന്നിരുന്ന് വായിക്കുമ്പോൾ അത്ര ചിലപ്പോൾ ഈ കല്യാണ പാർട്ടിക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും കൊയർ അങ്ങനത്തെ കല്യാണ പരിപാടികൾക്കൊന്നും ഇല്ലെങ്കിലും ഈ സൺഡേയ്സും പിന്നെ ഈ നമ്മുടെ വിശേഷ ദിവസങ്ങൾ, ഈസ്റ്റർ, ക്രിസ്മസ്, പിന്നെ പള്ളിപ്പെരുന്നാൾ, അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ മാക്സിമം കൊയറിന് പോയി പങ്കെടുത്തപ്പോൾ നമുക്ക് അതിനകത്തൊരു താല്പര്യമുണ്ട്. ഇനിയിപ്പോൾ 2 മാസം കഴിയുമ്പോൾ നമുക്ക് പള്ളിപ്പെരുന്നാൾ വരും, അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അന്ന് നേരത്തെയൊക്കെ തന്നെ പാട്ടുകൾ പ്രാക്ടീസ് തുടങ്ങും. ഹെറാൾഡ് ഫ്രീ ഉള്ള സമയം നോക്കിയിട്ട്, അന്ന് ഹെറാൾഡ് CSC എന്ന് പറഞ്ഞ ഓർക്കസ്ട്ര ഗ്രൂപ്പിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഹെറാൾഡിൻ്റെ സമയം നോക്കിയിട്ട് അന്ന് പ്രാക്ടീസൊക്കെ ഇടുക. അപ്പോൾ നമ്മളതൊക്കെ ചെന്നിട്ട് എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയൊക്കെ വായിക്കും. അപ്പോൾ വലിയ പിടിപാടൊന്നുമില്ല പാട്ടുകളെ പറ്റി, എങ്കിലും അങ്ങനെ വായിച്ചു പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 7ാം ക്ലാസ്സിൻ്റെ സമയം കഴിഞ്ഞു. അതിൻ്റെ വെക്കേഷനാണ് സമയത്ത്, ഏപ്രിൽ മെയ് ആ സമയത്ത് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ US ടൂറുകളൊക്കെ നടക്കും. ഓർക്കസ്ട്ര ഗ്രൂപ്പ് 1 മാസം 2 മാസത്തേക്കൊക്കെ ടൂർ പോകും. അപ്പോൾ കലാഭവൻ അന്നൊരു US ടൂർ വന്നപ്പോൾ സേവിയർ സാറ് ഇതേപോലെ 2 മാസം ബ്രേക്ക് ഉണ്ടാവില്ല, ക്ലാസ്സിലുണ്ടാവില്ല. അപ്പോൾ അന്നാണെങ്കിൽ ഈ വെക്കേഷൻ ക്ലാസ് വീണ്ടും തുടങ്ങുകയാണ്. 7ാം ക്ലാസ്സിൻ്റെ 8ാം ക്ലാസ്സിലേക്കുള്ള സമയത്ത്, ആ സമയത്ത് 2 മാസം വെക്കേഷൻ ക്ലാസ് വേണം. അപ്പോൾ പിള്ളേർ കുമിഞ്ഞു കൂടും. അപ്പോൾ ക്ലാസ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഫുള്ള് കോങ്കോ ഡ്രം ക്ലാസ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് സുധീർ എന്ന് പറഞ്ഞൊരു സാറ് അവിടെ ജോയിൻ ചെയ്യണത്.
ഞങ്ങൾ ഈ സേവ്യർ സാറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. അപ്പോൾ സുധീർ സാറിൻ്റെ ക്ലാസ്സിൽ മെയ് ആണല്ലോ. അത് കഴിയുമ്പോൾ സുധീർ സാറ് പോയിട്ട് സേവ്യർ സാർ. അപ്പോൾ ഞങ്ങൾ സുധീർ സാറിനോട് എപ്പോഴും ചോദിക്കും, സാറേ സേവ്യർ സാർ എപ്പോൾ ഒരു കാര്യം, സേവ്യർ സാറായിട്ട് ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡാണ്, ഞങ്ങളെ ഭയങ്കര സ്നേഹമാണ്, മക്കളെ പോലെയുള്ള സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ട് സുധീർ സാറിനോട് ചോദിക്കും, അപ്പോൾ സേവ്യർ സാർ ഇനി 2 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഈ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ സുധീർ സാറ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. നമ്മളെ തെറ്റിച്ചാൽ പുള്ളി സ്കെയിൽ കൊണ്ട് നമ്മൾ നല്ല അടി അടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വായിച്ച് തെറ്റിക്കുമ്പോൾ ഓരോന്നിനും ഓരോ പൊസിഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് വായിച്ച് തെറ്റിച്ച് കഴിഞ്ഞാൽ പുള്ളി നേരെ ഡെസ്കിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കും. ഒരു ഡെസ്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, അതിൻ്റെ ഇപ്പുറത്ത് കോങ്കട്ടം വെച്ചിട്ട് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ വായിക്കും. സാർ അപ്പുറത്ത് നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ താളം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും പുള്ളി, ഇത് വെച്ച് സ്കെയിൽ വെച്ചിട്ട്. തെറ്റിച്ച് അപ്പം അടിയാണ്, ആ തെറ്റിക്കണ കൈക്ക് അടിയാണ്. പക്ഷെ അത് വേദനിപ്പിക്കുന്ന രീതിയിലല്ലെങ്കിലും പക്ഷെ പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി സാറായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാറിനോട് അപ്പോൾ ഈ അടി മേടിച്ചിട്ട് ഞങ്ങൾ ചോദിക്കും, സേവ്യർ സാർ ഇന്ന് വരും ഇനി ക്ലാസ്സിൽ. അപ്പോൾ തന്നെ പുള്ളിക്ക് അറിയാം, സാറിനറിയാം എന്താണ് ഇവന്മാർ ചോദിക്കണമെന്നുള്ളത്. അപ്പോൾ സാറ് പറയും, 2 മാസം കഴിയും, അതുവരെ നിങ്ങളുടെയൊക്കെ വിധിയാണ്, ഞാൻ ഇത് കണ്ടോ നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മടിയന്മാരൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി തമാശ പറയും. അപ്പോൾ ഈ 2 മാസം തീരാനായിട്ട് പോണ സമയത്ത് പക്ഷെ അപ്പോൾ സാറിനോട് നമുക്ക് ഈ പറഞ്ഞ പോലെ അസാധ്യ ക്ലാസ്സാണ് സാറിൻ്റെ. അപ്പോൾ സാറ് ഗിറ്റാറും പഠിപ്പിക്കും, വയലിനൊക്കെ പഠിപ്പിക്കും, അദ്ദേഹത്തിന് വയലിനൊക്കെ പഠിപ്പിക്കാൻ അറിയാം. പക്ഷെ കലാഭവനിൽ ഗിറ്റാറും ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത ക്ലാസ്സിൽ ഗിറ്റാർ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ സാറിൻ്റെ, സുധീർ സാറിൻ്റെ തന്നെ. അപ്പോൾ സാർ ഇടയ്ക്ക് അപ്പുറത്ത് പോയിട്ട് കുറച്ച് പിള്ളേർക്ക് നോട്ട്സൊക്കെ എഴുതി കൊടുത്തിട്ട്, എല്ലാം സ്പോട്ട് കമ്പോസിങ് ആണ്. അദ്ദേഹം അപ്പം തന്നെ എഴുതി പടപടാന്ന് എഴുതി കൊടുക്കും. അപ്പുറത്ത് കൊടുത്തിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് കോൺഗ്രമിൻ്റെ ലെസൺ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ട് സാറേ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോട്ട്സ് എഴുതി തരും. അപ്പോൾ നമ്മൾ കുറച്ച് നോട്ട്സിൽ കുറച്ചും കൂടി സൈറ്റ് റീഡിംഗ് എന്ന് പറയും, നമ്മൾ പെട്ടെന്ന് എഴുതി അപ്പം തന്നെ വായിക്കുന്നതിന് ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സൈറ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സാറ് പെട്ടെന്ന് കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എഴുതുന്നു നമ്മളെ പഠിപ്പിച്ച് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ്, നിൻ്റെ അപ്പച്ചനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ സാറ് അല്ലെങ്കിൽ തന്നെ നമുക്ക് പേടിയാണ്, ഈ ചെറിയ അടിയും ഇതൊക്കെ വെച്ചിട്ടുള്ള പേടിയുണ്ട്. അപ്പോൾ എന്തായിരിക്കും ദൈവം, അപ്പോൾ ഇനിയിപ്പോൾ നിന്റെ പഠിത്തം ശരിയല്ല, നീ നിർത്തിപ്പോയിക്കോ എന്ന് പറയാനായിരിക്കും എന്നുള്ളതാണല്ലോ നമ്മളെ മനസ്സിൽ തോന്നുന്നത്. നിന്റെ അപ്പച്ചനെ വിളിച്ചിട്ട് വാ, ഇനി കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞു. ആകെ ടെൻഷനായി. കാര്യം അപ്പച്ചനാണെങ്കിൽ ഇവിടെ നമ്മളെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു, അപ്പച്ചനും നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉറപ്പായി നമ്മളുടെ വിധി ഏകദേശം തീരുമാനമായി, പണിയാണ്, സാർ എന്തായാലും നല്ല പണി തരും. മിക്കവാറും അപ്പച്ചനെ വിളിപ്പിക്കാൻ പറയുമ്പോൾ നമ്മൾ വിചാരിക്കണത് ഇതേപോലത്തെ ഒരു നെഗറ്റീവ് സബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ളതാണല്ലോ. ഇനി ഇവൻ്റെ ഈ പഠനം മതി, നിർത്തിക്കോ, ഇവനെ കൊണ്ടുപോയിക്കോ, എനിക്കിവനെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 1-2 സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ അച്ഛനമ്മമാരെ വിളിച്ചിട്ട് ഇങ്ങനെ പുള്ളി കുറച്ച് സ്ട്രോങ് ആയിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഉറപ്പിച്ചിട്ട് ഞാൻ അപ്പച്ചനോട് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം അപ്പച്ചൻ അല്ലെങ്കിൽ തന്നെ ഒരു മാസത്തിൽ ഒരു 2 പ്രാവശ്യം അവിടെ വരും, എങ്ങനെയുണ്ട്, വായിക്കണ്ടോ, പ്രാക്ടീസ് ചെയ്യണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉറപ്പാണ്. അപ്പം ഞാൻ അപ്പച്ചനോട് പറഞ്ഞിങ്ങനെ അടുത്ത ക്ലാസ്സിൽ അപ്പച്ചനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നീ വല്ല പണി ഒപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇല്ല പണിയൊന്നും ഒപ്പിച്ചിട്ടില്ല, എന്താണെന്നറിയില്ല, സാറ് ചെല്ലാൻ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ ചെല്ലാൻ പറഞ്ഞ് അപ്പച്ചൻ അവിടെ വന്ന് ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് പോയി അപ്പച്ചനായിട്ട് മാറി നിന്ന് സംസാരിക്കാൻ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ സാറെന്നോട് വന്ന് പറഞ്ഞു, സുധീർ സാറെന്നോട് വന്ന് പറഞ്ഞു, വേറൊന്നുമല്ല, നിന്നെ ഞാൻ വയലിൻ പഠിപ്പിക്കാനായിട്ട് ആക്കാൻ പോകണം. അപ്പോൾ എനിക്ക് വയലിൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമൊക്കെയാണ്. കാര്യം ഹെറാൾഡ് വായിക്കുന്ന കണ്ടിട്ട് വളരെ ഇമ്പ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്, മനസ്സിലുണ്ട്. പക്ഷേ എങ്കിലും വയലിൻ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് സ്വിച്ച് ചെയ്യാന്ന് പറയുന്നത് ഞാൻ മനസ്സിൽ പോലും ആഗ്രഹിച്ചിട്ടുമില്ല, എനിക്ക് അറിയാനും പാടില്ല. ഇൻസ്ട്രുമെൻ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നമ്മുടെ കൊയറിൽ ഹെറാൾഡ് വായിക്കുന്നതുകൊണ്ട് നമ്മളത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വായന സ്റ്റൈലും എല്ലാം കണ്ടിട്ട് നമുക്ക് ഇഷ്ടം, മനസ്സിനുള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അതിലേക്ക് സ്വിച്ച് ചെയ്യാന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഒത്തിരി പിടിയും കിട്ടണില്ല. അപ്പോൾ പറഞ്ഞില്ല, നീ വയലിൻ പഠിച്ചാൽ മതി, ഇനി കോങ്കോട്ടനം പഠിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്നാൽ ഡ്രംസിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡ്രംസിലേക്ക് ഞാൻ പറയണമെന്ന് കേട്ടാൽ മതി, നീ അടുത്ത ആഴ്ച, ഇപ്പം സാറ്റർഡേ ആണെങ്കിൽ സൺഡേ നിൻ്റെ നാളെ ലാസ്റ്റ് ക്ലാസ്സാണ്, കോങ്കോട്ടനം നീ നിർത്തിക്കോ, എന്നിട്ട് നീ ഇത് വയലിൻ നമ്മളടുത്ത ജൂൺ 1st വീക്ക് തൊട്ട് CSE എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വയലിൻ പഠിച്ചു തുടങ്ങിക്കോ. ഞാനവിടെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു സാറുണ്ട്, അദ്ദേഹത്തിനെ എല്ലാം ഞാൻ ഏൽപ്പിച്ചോളാം.
അപ്പോൾ നിങ്ങളവിടെ പോയിക്കോ, നിങ്ങൾ പോണ ദിവസം ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അത്ര കാര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്കാകെ സങ്കടമായി. കാര്യം കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും നമ്മുടെ കമ്പനി 7ാം ക്ലാസ്സിലാണെങ്കിലും കുറേ ചേട്ടന്മാരും കുറേ അനിയന്മാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയും ജോലിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വിട്ടുപോകുന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഇനിയിപ്പോൾ രക്ഷയില്ലല്ലോ. സാറ് വരാനായിട്ട് ഇനി ഒരു 2-3 ആഴ്ച എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷയില്ല. അപ്പോൾ ഇനി കോങ്കോട്ടനം നമുക്ക് പഠിപ്പിക്കില്ലെന്ന് തന്നെ പുള്ളി പറഞ്ഞു. ഇനി നീ കോങ്കോട്ടനം പഠിക്കണ്ട, വയലിൻ. അപ്പോൾ വയലിൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്ക് ഒരു പിടിയില്ല. അപ്പോൾ ഞാൻ അപ്പച്ചനും കൂടി ഇതേപോലെ തന്നെ അടുത്ത സാറ്റർഡേ അവിടെ ചെന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ചെല്ലണം. അപ്പോഴാണ് പറയുന്നത് സാറ്റർഡേ സൺഡേ അല്ല സാറിൻ്റെ ക്ലാസ്, തിങ്കൾ വ്യാഴമാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് ജോസഫേട്ടനുണ്ട്. ജോസഫേട്ടൻ നമ്മളെ എല്ലാം അവിടെ എൻറോൾ ചെയ്ത് ക്ലാസ് തുടങ്ങാനായിട്ട് നോട്ട്സും ബാക്കി സംഭവങ്ങളൊക്കെ തന്ന്. അപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ച വീണ്ടും അപ്പച്ചൻ അന്ന് തിങ്കളാഴ്ച ഓഫാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ആ ഓഫുള്ള ദിവസം അപ്പം ഞങ്ങൾ ഒരു വൈകുന്നേരം ചെല്ലുവാണ് അവിടെ. എൻ്റെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ 2 മണി ബസ്സിന് പോയി. അപ്പോൾ അന്ന് സുധീർ സാറും അവിടെ വന്ന്. അപ്പോൾ സാറിങ്ങനെ പരിചയപ്പെടുത്തി. ഞാൻ കോങ്കോട്ടം കുറച്ച് നാൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ ഫ്രാൻസിസ് നോക്കണം സാറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഫ്രാൻസ് സാർ നോക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഫ്രാൻസ് സാറിൻ്റെ അടുത്ത് വയലിൻ പഠിക്കുകയാണ്. അത് 1987. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് വയലിനിലേക്ക് കയറുന്നത്. എൻ്റെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ വയലിൻ വായിക്കാൻ, ഇപ്പോൾ ഞാൻ വയലിനിസ്റ്റായിട്ട് നിങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക കാരണം എൻ്റെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് സുധീർ സാറാണ്. അപ്പോൾ സുധീർ സാറ് എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വയലിൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് വായിക്കില്ലായിരുന്നു. അപ്പോൾ അത് ഇതെല്ലാം ദൈവനിമിത്തമാണെങ്കിലും നമ്മുടെ ഭാഗ്യം തന്നെയാണെങ്കിലും ഞാൻ പറയുന്നത് അദ്ദേഹമാണ് എന്നെ ഇൻസ്ട്രുമെൻ്റ് സ്വിച്ച് ചെയ്ത് വയലിനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ സുധീർ സാറിന് ആദ്യം തന്നെ വലിയൊരു താങ്ക് യു പറഞ്ഞാൽ പോരാ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് ചേച്ചിയായിട്ടും 2 മക്കളായിട്ട് ചന്ദലു, ചീനു അവരൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളും പലപ്പോഴും പ്രോഗ്രാമൊക്കെ ഒരുമിച്ച് ചെയ്യാറുണ്ടെങ്കിലും അദ്ദേഹം തന്നെ ഞാനിപ്പോഴും ഓർക്കുന്ന കാര്യം അതാണ്. ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മളിപ്പോഴും പറയാമല്ലോ, എല്ലാവർക്കും ടാലൻ്റ് ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ദൈവം ഒരു ടാലൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് എന്ത് കാര്യത്തിലാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നതിലാണുള്ള ഒരു കാര്യം. ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് അത് ആ മാസ്റ്റർ അത് ചെയ്തതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, അദ്ദേഹത്തിനും നന്ദി പറയുന്നു. അദ്ദേഹം ഇതേപോലെ തന്നെ ഒത്തിരി പേരെ ഇതേപോലെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ചേഞ്ച് ചെയ്ത് വേറെ പല ഇൻസ്ട്രുമെൻ്റ് ചേഞ്ച് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ അദ്ദേഹം തന്നെ വയലിൻ പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം പഠിപ്പിക്കാതെ വേറെ ബെറ്റർ ആയിട്ടുള്ള ഒരു സാർ, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് എടുക്കുന്ന ഒരു സാറിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് തന്നെ വയലിൻ പഠിച്ചു എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. അദ്ദേഹം അതൊന്നും പറയാതെ നല്ലൊരു സാറിൻ്റെ അടുത്ത് ആക്കി തന്നു. അദ്ദേഹം നല്ല സാറല്ലെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, നല്ല സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കുന്നത്, സ്ട്രോങ് ആയിട്ട് എടുക്കുന്ന ഒരു സാറ് CSയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആക്കുകയും. അപ്പോൾ ഫ്രാൻസിസ് സാറും ഈ പറഞ്ഞ പോലെ സുധീർ സാറായിട്ട് അവർ വളരെ വർഷത്തെ ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ സാറിൻ്റെ അടുത്ത് ഞാൻ ക്ലാസ് 87 തുടങ്ങുകയാണ്.